പിണറായി വിജയൻ നമുക്കറിയാം. പിണറായി വിജയൻ ഈ ശബരിമല സമരം നടന്ന സമയത്തും ഇതേപോലെ തന്നെയായിരുന്നു. എന്താ പറയുക, ഒരു നവോത്ഥാന നായകനാവാനുള്ള ശ്രമം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അദ്ദേഹം അതിനുശേഷം എന്താണ് സംഭവിച്ചത്? ഇരുട്ടിൻ്റെ മറവിൽ അവിടെ സ്ത്രീകളെ കയറ്റുകയും അതേപോലെ തന്നെ അവിടുത്തെ എന്താ പറയുക, പിന്നീട് അത് CPM നേതാക്കന്മാർ തന്നെ തള്ളിപ്പറയുന്ന സാഹചര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് ഒരു ഇഴവ സമൂഹത്തെ അവർ ഹിന്ദു സമൂഹമല്ല എന്ന് പറഞ്ഞ് അവരെ എന്താ പറയുക വിഘടിപ്പിച്ച് നിർത്തുവാനുള്ള ഒരു ശ്രമം അത് പിണറായി വിജയൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായെന്ന്, ഒരു CPM നേതാവായിട്ടുള്ള പിണറായി വിജയൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായെന്നത് ഒരു പ്രതിഷേധാർഹമല്ല. പക്ഷേ ഒരു കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന ഒരാളുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഉണ്ടാവുക എന്ന് പറയുന്നത് അതൊരു പ്രതിഷേധ അർഹമായ കാര്യം തന്നെയാണ്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, കാരണം നിങ്ങൾ ആലോചിക്കൂ, ഒരു ഹിന്ദു സമൂഹത്തെ മാത്രം എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ അവഹേളിച്ചുകൊണ്ടിരിക്കുന്നത്? ഹിന്ദു സമൂഹത്തെ മാത്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് പിണറായി വിജയൻ ഇവിടുത്തെ ഇസ്ലാം മതത്തെയോ ക്രിസ്ത്യൻ മതത്തെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ന്യൂനപക്ഷ സമൂഹത്തെയോ കുറിച്ച് പറയാത്തത്? അതാണ് ഇവിടുത്തെ പ്രശ്നം. ഗണേഷ് അങ്ങ് തുടർന്നോളൂ. പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ സ്ഥിരം വാദഗതിയാണിത്. അതിപ്പോൾ ഷഹസാദ് പൂനാവാല ആയാലും K ഗണേഷ് ആയാലും ഒക്കെ പറയുന്ന വാദഗതിയാണിത്. ഇപ്പോൾ പ്രവാചകന്റെ മുടി, പ്രവാചകന്റെ നഖം, ഇതെല്ലാം എന്താണ് ഈ കേശവ് വിവാദവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത്? പിണറായി വിജയൻ അന്ന് പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോൾ പറഞ്ഞിട്ടുള്ളത് ബോഡി വേസ്റ്റ് എന്നാണ്, അല്ലേ? ഇനി ഈ ബിഷപ്പുമായി ബന്ധപ്പെട്ട് മത്തായി ചാക്കോയെ പറ്റി തെറ്റായ ഒരു പ്രതികരണം നടത്തിയെന്നറിയുമ്പോൾ അതേപ്പറ്റിയുള്ള അദ്ദേഹത്തിൻ്റെ മറുപടി എന്തായിരുന്നു? നികൃഷ്ടജീവി എന്നായിരുന്നു. അതിൽ നിന്ന് ഒരിടത്തും പിന്നോട്ട് പോയിട്ടുമില്ല പിണറായി. എന്ന് മാത്രമല്ല, ഇതിനകത്ത് ഏത് മതം തൊടാം, ആ മതത്തെപ്പറ്റി പറയാം എന്ന നിലപാടുമല്ല അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അതല്ല, അദ്ദേഹം ഈ ബോഡി വേസ്റ്റ് എന്ന് പറഞ്ഞ ആ പള്ളി ആരാ ഉദ്ഘാടനം ചെയ്തത്? ആ സ്ഥലത്ത് പരിപാടി ഇതേ പിണറായി വിജയൻ തന്നെ ആയിരുന്നില്ലേ? ഇതേ പിണറായി വിജയൻ തന്നെ പോയിട്ടാണ് അവിടെ പോയിട്ട് ഉദ്ഘാടനം ചെയ്തത്. ഞാൻ അതിലേക്ക് തന്നെ വരുന്നത് ഇപ്പോൾ ഏറ്റവും അവസാനം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വയനാട്ടിൽ ഒരു CPM നേതാവായിട്ടുള്ള പോളിറ്റ് ബ്യൂറോ മെമ്പർ വയനാട്ടിലെ രാഹുൽ ഗാന്ധിയുടെയും അതേപോലെ തന്നെ രാഹുൽ ഗാന്ധിയുടെ സഹോദരിയുടെ പ്രിയങ്ക ഗാന്ധിയുടെയും വിജയം അത് ഒരു ചില തീവ്ര മതസംഘടനകളുടെ അവരുടെ ഇടപെടൽ കൊണ്ടാണ്, അവരാണ് അവരെ ജയിപ്പിച്ചെടുത്തത് എന്ന തരത്തിലുള്ള പ്രസ്താവന വരികയും അതിനെ തുടർന്നുള്ള കോലാഹലങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. ആ സമയത്ത് ഇവിടുത്തെ കോൺഗ്രസിന്റെ ഏതെങ്കിലും നേതാക്കന്മാർ അതിനെ പിന്തുണയ്ക്കാനുണ്ടായിരുന്നോ? ഇല്ല. പക്ഷെ മറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇവിടെ സനാതന ധർമ്മത്തെക്കുറിച്ചും ഹിന്ദു സമൂഹത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് അതിനെ കോൺഗ്രസ്സുകാരായിട്ടുള്ള ആളുകൾ തന്നെ അതിനെ പിന്തുണയ്ക്കാൻ എത്തുന്ന സാഹചര്യം ഈ കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഞങ്ങൾ പറയുന്നത്. ഹിന്ദു ധർമ്മത്തെ എന്താ പറയുക, അവരൊരിക്കലും ഒരു വോട്ട് ബാങ്ക് ആവരുത്, അവരൊരിക്കലും സംഘടിക്കരുത്, അവരൊരു വോട്ട് ബാങ്ക് ആയിട്ട് ഈ കേരള സമൂഹത്തിൽ, കാരണം അവരെ പേടിപ്പെടുത്തുന്നത് എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20% BJP വളർന്നെത്തിയിരിക്കുന്നു. അല്ല, ഒരു സെക്കൻഡ് ഗണേഷേ, അങ്ങ് പറയുകയുണ്ടായല്ലോ ഇപ്പോൾ കോൺഗ്രസ്സുകാർ ഈ കാര്യത്തിൽ അഭിപ്രായം പറയുന്നില്ല എന്ന്, അല്ലേ? സതീശന്റെ പ്രതികരണം അങ്ങ് കേട്ടോ എന്ന് എനിക്കറിയില്ല, അല്ലെങ്കിൽ അങ്ങ് ഇങ്ങനെ പറയുമായിരുന്നില്ല. ഇതേ വേദിയിൽ തന്നെ അദ്ദേഹം പ്രസംഗിച്ചതാണ്. ഞാൻ പറയുന്നു, ഞാൻ മുഖ്യമന്ത്രിയോട് വിയോജിപ്പ് പ്രകടിപ്പിക്കുകയാണ്. ശിവഗിരി കുന്നുകൾ സംവാദത്തിൻ്റെ കൂടെ സ്ഥലമാണ്. വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാകാം. സനാതനധർമ്മം എങ്ങനെയാണ് വർണ്ണാശ്രമത്തിൻ്റെയും ചാതുർവർണ്ണത്തിൻ്റെയും ഭാഗമാകുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് സനാതനധർമ്മം മുഴുവൻ പറഞ്ഞു വന്ന് ഒരു വിഭാഗം ആളുകളുടെ അവകാശമായി ചാർത്തി കൊടുക്കുകയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചെയ്തത്. അത് അവർക്ക് അവകാശപ്പെട്ടതല്ല, മുഖ്യമന്ത്രി ഉദ്ദേശിച്ച ആ ആളുകൾക്ക് അവകാശപ്പെട്ടതല്ല സനാതനധർമ്മം ഈ രാജ്യത്തിലെ മുഴുവൻ ആളുകളുടെയും പാരമ്പര്യവും പൈതൃകവുമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇവിടെ ഇപ്പം നിങ്ങളോട് വിയോജിക്കുന്നില്ലല്ലോ സതീശൻ.